അപ്പോൾ നമുക്ക് നമ്മുടെ കാപ്പരി ഹോൾഡേഴ്സ് ഒന്ന് ഓടിച്ച് നോക്കാം, എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, കയറട്ടെ. ബസ് കയറുന്ന പോലെ ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കയറുകയുണ്ടോ. വന്നാ പറഞ്ഞത് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അടിപൊളിയാ. ജസ്റ്റ് ഇതൊന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് ഒന്ന് ഇടുമ്പോൾ നല്ലതല്ലേ. കാലം ഇറങ്ങുമ്പോൾ അങ്ങനെ കുമ്പുമണ്ട പോകണേട്ടോ വണ്ടി. ഇതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഓട്ടം കിട്ടുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ബസ്സാണെങ്കിലും ട്രാവലർ ആണെങ്കിലും അർബാനി ആണെങ്കിലും ഒക്കെ അങ്ങനെ. ഇപ്പോൾ അർബാനിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നത്. നമുക്ക് ഇത് എടുക്കാൻ പരാതി ഞാൻ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കൺജസ്റ്റഡ് ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി സെറ്റാണ്, ഉഷാറാണ്. അപ്പോൾ ലാംബോർഗിനി, പോർഷെ, മസ്താങ്, ഡോജ്, ബെൻസ്, റോൾസ് റോയ്സ്. എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാളയിലാണ്. നമ്മുടെ പാമ്പമേക്കാട്ട് മനയൊക്കെയില്ലേ, അതിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ നെറ്റിയിൽ ചന്ദനം ഞാൻ മാള അവിടെ പാമ്പമേക്കാട്ട് മനയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പുറകിൽ കിടക്കുന്ന വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ വിചാരിക്കണതും ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നൊരു പറ്റിയൊരു ദിവസം വന്നു. അപ്പോൾ നിങ്ങൾ പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവൻ്റെയാണ്. അപ്പോൾ വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വണ്ടിയുടെ പേര് നോക്കിയേ, അതൊരു വെറൈറ്റി പേരല്ലേ, കാപ്പിരി ഹോളിഡേയ്സ്. കാപ്പിരി എന്നാണ് കേട്ടോ ഈ വണ്ടിയുടെ പേര്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഈ ഒരു പേര് കാരണം കൂടിയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, പിന്നീടാണ് അറിഞ്ഞത് ഈ വണ്ടി ഒരുപാട് എന്താ പറയുക സെറ്റ് വർക്കും ലൈറ്റും സൗണ്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് പിന്നീട് അറിഞ്ഞത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പെയിൻറ്റ് കൂടിയാണ് കേട്ടോ. ഈ ഒരു പെയിൻറ്റ് നല്ല ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മളൊരു 2-3 മാസമായി നമ്മുടെ ഇവൻ്റെ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കണം. നമുക്ക് പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി വന്നതിന് ശേഷം സ്ഥിരം ഈ വണ്ടിക്ക് ഓട്ടമായിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കണം ഇപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിയുടെ മുകളിൽ കുറച്ചൊക്കെ വെള്ളത്തുള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ആകാശം ഇപ്പോൾ ഒന്ന് തെളിഞ്ഞതാണ്, മുന്നേ മഴ പെയ്ത് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കാപ്പിരി ഹോൾഡേഴ്സിൻ്റെ വീട്ടിലിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മാളയിലാണ് ഇത് ഇവരുടെ സ്ഥലം വരുന്നത്. അതാണ് വീട്. നല്ല വണ്ടി പ്രാന്തന്മാരാണ് കേട്ടോ. ഇവരുടെ ഇതിലൊരു ബ്രദറുണ്ട്, അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കണമെങ്കിൽ മുന്നേ അതൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓവറോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ഇൻട്രോ കൊടുക്കണമല്ലോ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഏതാണെന്നൊക്കെ. അപ്പോൾ ട്രാവലർ നമ്മൾ ഒരുപാട് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കുറേ സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതൊരു 19 ലക്ഷത്തോളം രൂപയുടെ സെറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ലൈറ്റ് സൗണ്ട് വർക്കൊക്കെ മാരക വർക്ക് ചെയ്തിട്ടുള്ളൊരു കേരളത്തിലൊരു അഡാറ് വണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ട്രാവലറിൻ്റെ മുകളിലധികം പൈസ ഇറക്കുന്നത് ആരും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പെതറ് ഭയങ്കരമായിട്ട് കാശ് ഇതിന് മുകളിൽ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇപ്പോൾ എടുക്കണോ ചേട്ടാ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ, കാരണം ഒന്നുകൂടി നമുക്ക് റീപെയിൻറ്റ് ചെയ്യാം നമുക്ക് പല ഭാഗത്തും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം ഈ വണ്ടിയുടെ മുകളിൽ അവർ പൈസ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ജോഷിൻ്റെ വർക്കാണ് വന്നേക്കുന്നത്. ജോഷിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഹെവി വർക്കാണ് ജോഷ്. നല്ല അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്പർ 1 പൊസിഷൻ നിൽക്കുന്നതാണല്ലോ ജോഷിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ടീമാണ് ജോഷ്. അപ്പോൾ ആ ജോഷിൻ്റെ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുമ്പോൾ ആ ഒരു കാപ്പിരി ഹോൾഡേഴ്സ്, കാപ്പിരി എന്ന് പറഞ്ഞിട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ആ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, ഒരു മുകളിൽ ഒരു മറ്റേ ബ്ലൈൻഡ്സിനൊക്കെ പറഞ്ഞ പോലെ, അതായത് ഒരു സൺഷെയ്ഡൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റെയിൻ ഗാർഡ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് ഈ വണ്ടിക്ക് നല്ല ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മുകളിലായിട്ട് ഇതൊക്കെ അഡീഷണൽ ട്രാവലർ വരുമ്പോൾ വരില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ മുകളിലുള്ള 3-4 ലൈറ്റ് കണ്ടില്ലേ, ആ ഒരു ക്യാബിൻ, ആ സംഭവമൊക്കെ അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ ഇതാണ് ഹുഡ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഗ്രില്ല് മൊത്തം ഒരു ഡിസൈൻ വേറൊരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നോക്കിയേ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മുടെ ഈവിടെയൊക്കെ ഒരു ഗ്രില്ലിൻ്റെ പോലെ തോന്നില്ലേ, അങ്ങനത്തെയാണ് ഇതിൻ്റെ ഗ്രില്ല് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ഇങ്ങനെ കുഞ്ഞു ലൈറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പകൽ നേരത്തെ എടുക്കുന്ന കാരണമാണ് നമുക്ക് ഒരു അട്രാക്ഷൻ കിട്ടാത്തത്. സന്ധ്യ നേരത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി പൊളിക്കും. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി.
KL45 രജിസ്ട്രേഷനാണ് വന്നേക്കുന്നത്. KL45Y5355. പിന്നെ ഒരു അഡീഷണൽ ലൈറ്റ്, ഒരു LED, ഒരു നല്ല ഇതൊക്കെ നല്ല പവർഫുൾ ലൈറ്റാണ് അത്. ഇതൊക്കെ രാത്രിയൊക്കെ നന്നായി നല്ല തെളിച്ചുള്ളതാണ്. പിന്നെ ഒരു ഫോഗ് ലാമ്പ്, ഇൻഡിക്കേറ്റർ അങ്ങനെ സംഭവങ്ങളൊക്കെ കാണാം. മുകളിൽ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ ഇതൊന്നും മാറ്റില്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം ട്രാവലറിൽ വരുന്ന ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിലൊന്നും മാറ്റില്ല. അപ്പോൾ ഫ്രണ്ട് ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വണ്ടിയുടെ വന്നേക്കണത്. പിന്നെ ഈ ഒരു ബോണറ്റിൻ്റെ മുകളിൽ ഇവിടെ കണ്ടില്ല ഒരു ചെറിയൊരു എന്താ നിയോൺ ലൈറ്റ് എന്നല്ല പറയാം, അതിങ്ങനെ പറഞ്ഞു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി ഓവറോൾ കാണാനായിട്ട്. ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പെയിൻറ്റ് തന്നെയാണ്. പെയിൻറ്റ് അതുപോലെ വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള വീൽ ക്യാപ്പ് ഉണ്ടല്ലോ, വീൽ കപ്പ്, ഈ കപ്പൊക്കെ ഇവർ ഖത്തറിന്ന് കൊണ്ടുവന്നാന്നാണ് ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ കാണുന്ന വീൽ കപ്പ് ഉണ്ടല്ലേ, അത് ഖത്തറിന്നാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഡാഷ് ക്യാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ ഖത്തറിന്ന് വരുത്തിക്കുകയാണ് ചെയ്തേക്കണേ, ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെ ക്വാളിറ്റിയിൽ ഇവർ ഒന്നും പോയിട്ടില്ല. ഇവരെന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഡിയൻസിന് എടുക്കണം. അതായത് നല്ല ലക്ഷറീസ് ആയിട്ടുള്ള നമുക്ക് ഓഡിയൻസ് അല്ല, എന്താ പറയുക, ഈ കസ്റ്റമേഴ്സിന് എടുക്കണം. ഒപ്പം തന്നെ എന്നാൽ അധികം താറ സെറ്റപ്പിൽ പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. സൈഡ് കാഴ്ചകൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ഒരു ആഷ്, സിൽവർ ആഷ് എന്താ ഇതിന് പറയുക, അങ്ങനത്തെ ഒരു തീമിലാണ് ഇതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നല്ല എന്താ പറയുക, 19 സീറ്റ് വണ്ടിയാണ്. നല്ലൊരു കിടു ലുക്കാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. മുകളിലായിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ആ ഒരു മേഖലയിൽ ആ ഭാഗം ഉണ്ടല്ലോ ഇതുവരെ അതിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ. ഇതൊക്കെ ജോഷിൽ ചെയ്ത വർക്കാണ്. ആ മുകളിലുള്ള ഭാഗം ട്രാവലർ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എല്ലാവരും പറയും ട്രാവലർ നമ്മൾ മേടിച്ചിട്ട്, സാധാരണ ഒരു ട്രാവലർ 19 സീറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടിക്കുകയാണെങ്കിൽ ഒരു സ്കൂൾ ബസ് ഓടിക്കുന്ന പോലെ ഓടിക്കേണ്ടി വരും. ഇതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഓട്ടം കിട്ടുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ബസ്സാണെങ്കിലും ട്രാവലറാണെങ്കിലും അർബാനി ആണെങ്കിലും ഒക്കെ അങ്ങനെ. അപ്പോൾ അർബാനിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 2 അർബാനിയുടെ വീഡിയോ വരാനുണ്ട്, അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ അർബാനിയൊക്കെ ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ചേട്ടാ എന്തിനാ ഇത് ഇത്രയും ഹെവി വർക്കുകൾ ചെയ്യണം, അർബാനിയെ കാണുമ്പോൾ അത്യാവശ്യം ലക്ഷറി ആണല്ലോ പറയുമ്പോൾ അതൊന്നും പോരാ ആൾക്കാർക്ക്. അതിലും കൂടുതലാണ് ലക്ഷറി ആയിട്ട് വന്നാലാണ് അവർ ഓട്ടം വിളിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ എന്തായാലും ഓട്ടം ഇഷ്ടം പോലെയാണ്. നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ തന്നെ വൈകിയതാണ്, അതുകൊണ്ടാണ്. എന്നും ഓട്ടമുണ്ട്. അപ്പോൾ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. വണ്ടി നല്ല സെറ്റ് അടാറ് വണ്ടിയാണ്. മാള, തൃശ്ശൂർ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ വിളിക്കാം. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര വണ്ടി തന്നെ. സൈഡ് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞാൻ ഡോറിൻ്റെ ആ ഭാഗത്ത് ഒരു സംഭവം കാട്ടിത്തരാം കേട്ടോ. ഈ ഡോറിൻ്റെ മുകളിലായിട്ട് കണ്ട ഇങ്ങനത്തെ ഒരു സംഭവം, ഇതൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. ട്രാവലർ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സംഭവം പണ്ടൊക്കെ ബോഡി ഇറക്കി കിട്ടുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്, ഒരു ബീഡിങ് അഡീഷണലായിട്ട്. പിന്നെ ഈ ലൈറ്റുകളൊക്കെ ഇവരെ ഐഡിയാണ്, താഴെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലൈറ്റുകളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് പുറമേ നിന്നുള്ള അതിനൊരു വിശേഷങ്ങളൊക്കെ. അവിടെയും കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. താറ്, സ്കോർപ്പിയോ, ബെൻസൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു മോനുണ്ട് ഇവിടെ, മൂപ്പര് ഭയങ്കര വണ്ടി പ്രാന്താ. മൂപ്പർക്ക് ഇതുപോലെ കാറുകളുടെ കളക്ഷൻസ് ഉണ്ട്. ഞാനത് കാട്ടിത്തരാം കേട്ടോ, വീഡിയോ വൈൻഡിപ്പിനേക്കാട് മുന്നേ കാട്ടിത്തരാം. ബാക്കിൽ വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാഴ്ചകളൊക്കെ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? എന്താ സിനാമോൺ ഹോളിഡേയ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കുറിച്ച് വെച്ചോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വേറെ ഇടാം. പിന്നെ കാപ്പിരി ഇൻസ്റ്റാഗ്രാം ID ഇതാണ്, അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് കൊടുത്തോളൂ. ബാക്കിൽ കാപ്പിരി എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ മുകളിലായിട്ട് 2 ലൈറ്റ് അഡീഷണലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഹൈറ്റിൽ ഇങ്ങനെ പണിതാൽ മാത്രമേ ആട്ടെ ലുക്കുള്ളൂ സംഭവം. അപ്പോൾ ആ മുകളിലുള്ള ആ കാപ്പിരി എന്നൊക്കെ എഴുതിയേക്കുന്നത് മലയാളത്തിൽ എഴുതിയേക്കുന്നത് നല്ല രസമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബദർ പറയുമായിരുന്നു ഒരു ഊട്ടിയിലേക്ക് 19 സീറ്റ് വണ്ടിയാണ്, 8 പേരാണ് പോയത് പറയുകയാണ്. അത് വെച്ചാൽ കുറേ ആൾക്കാർക്ക് പൈസ ഒന്നും വിഷയമില്ല. ആൾക്കാർക്ക് ഇപ്പോൾ കംഫർട്ട്, അടിപൊളി നല്ല സെറ്റ് വണ്ടി, അങ്ങനെ വണ്ടി വിളിച്ചിട്ട് അവർ പോവുള്ളൂ. പെണ്ണ് കാണാൻ പോണ പോലെയാണ് വണ്ടി നോക്കിയിട്ടൊക്കെ ആൾക്കാർ വണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. സൈഡ് കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ടെയിൽ ലാമ്പ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കോണി പറഞ്ഞ അഡീഷണൽ ഈ കോണി നമുക്ക് ഉണ്ട്, ട്രാവലർ വരുമ്പോൾ തന്നെ കോണി ഉണ്ട് തോന്നുന്നു. പിന്നെ ജോഷിൻ്റെ അവരെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ ടയറാണ്, സ്റ്റെപ്പിനി അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക. പിന്നെ താഴെ വരുമ്പോൾ ഈ നമ്മുടെ ബമ്പറിൻ്റെ ഭാഗം സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ബാക്കിൽ നിന്ന് പറയാനുള്ളത്. വലിയ മാറ്റമൊന്നുമില്ല. ഈ സൈഡിൽ വരുമ്പോൾ ഇവിടെ അഡ്വഞ്ചർ അൺലിമിറ്റഡ് എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറി നോക്കാം. ഇത് എല്ലാം പുറത്തുനിന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. വീൽ ക്യാപ്പ് നോക്കിയേ, വീൽ ക്യാപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ആ മഡ് ഫ്ലാപ്പൊക്കെ നോക്കിയാൽ നല്ല രസമായിരിക്കുന്നുണ്ട്. ഈ ഒരു കളറ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ഈ കാപ്പിരി ട്രാവൽസിൻ്റെ കളറ് നല്ല സെറ്റാണ്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയിട്ട് ബാക്കി പറയും. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്തായാലും ഓവറോൾ നല്ല ഒരു വണ്ടി, ഒന്നും പറയാനില്ല. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. എടുക്കുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴ മാറി നല്ല വെയിലായി. കേരളത്തിലെ അവസ്ഥകൾ ഇപ്പോൾ അങ്ങനെയല്ലേ, മഴ വെയിലൊക്കെ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം, എന്നിട്ട് ബാക്കി അവിടെ നിന്ന് പറയാം. ഓക്കെ, നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ കയറിയ ഭയങ്കര സെറ്റപ്പാട്ടോ. ഇത് പിയാനോ ബ്ലാക്ക് ആണ് അടിച്ചേക്കണത് കേട്ടോ. വണ്ടിയുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ കണ്ടോ, വർക്കുകളെല്ലാം പിയാനോ ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. പിന്നെ പീച്ച് കളറ്, അങ്ങനെ ഒരു ക്രീം കളറില്ലേ, അങ്ങനത്തെ ഒരു ടോണാണ് ഇതിൽ ചെയ്തേക്കണേ. സീറ്റിനും ഇതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് തന്നെയാണ് ഇവർ കൊടുത്തേക്കണേ. പിന്നെ ഇത് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പതുക്കെ പറഞ്ഞത്, ചിലവർ പറയേണ്ടത് സ്പീഡിൽ പറയുമ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ 19 സീറ്റാണ് വരുന്നത്. അപ്പോൾ ബാക്കിൽ വരുമ്പോൾ ഇതുപോലെ 1, 2, 3, 4 സീറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റൊക്കെ ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ട്, അതായത് ഈ സീറ്റ് അല്ല ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ഇവർ സ്പെഷ്യലായിട്ട് ജോഷിൽ പറഞ്ഞിട്ട് ഇതുപോലെ ഹെഡ് റെസ്റ്റോട് കൂടിയുള്ള സീറ്റുകളാണ് ഇതിൽ ഇവർ പണി കഴിപ്പിച്ചേക്കണത്. അപ്പോൾ ആ സീറ്റിൻ്റെ ഭാഗത്തിൻ്റെ ഇത് ഇപ്പുറത്തൊക്കെ വേണ്ട ഒരു വുഡൻ ഫിനിഷിൽ ഒരു പാനൽ അവിടെ നിൽക്കുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ കണ്ടില്ലേ, ഓക്കെ, ഇങ്ങനത്തെയൊക്കെ ഒരു വർക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും. പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഈ ഓരോരോ തൂണിലേക്ക് നമുക്ക് പില്ലറിലേക്ക് നടക്കാം. ഈ പില്ലറിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഓരോ വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ലൈറ്റുകളുണ്ട്, ഉള്ളിൽ നിന്നൊക്കെ അവർ അത് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരിക്കുന്നുണ്ട്. താഴെ ഇതുപോലെ മാറ്റ്, ഇതുപോലെ ഗ്രേ തീമിലൊരു മാറ്റാണ് ഇട്ടേക്കണത്. പിന്നെ വുഡൻ ഫിനിഷിലാണ് ഇതിൻ്റെ അടിവശം. മാറ്റിൻ്റെ താഴെയും കണ്ടോ ഒരു വുഡൻ തീം കണ്ടോ, വുഡൻ ഫിനിഷിലാണ് ആദ്യം അത് ഒട്ടിച്ചിട്ടുള്ളത്. അതിന് മുകളിലാണ് ഈ മാറ്റ് ഇട്ടേക്കണത് കേട്ടോ. വണ്ടി ഒരു വേറെ ലെവൽ വണ്ടിയാണ്. നല്ല അത്യാവശ്യം സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോരോ ടൂണിനനുസരിച്ച് ഇപ്പോൾ നമുക്കൊരു ഓരോ മോഡ് അനുസരിച്ച് മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ഇത് മാത്രം, ഇവിടുത്തെ ലൈറ്റ് മാത്രം ഇട്ടിട്ട് നമുക്ക് പോകണമെങ്കിൽ ഇതൊരു നൈറ്റ് മോഡ്, നൈറ്റ് വിഷലാണിത്. വേണ്ട, നൈറ്റിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഇട്ടിട്ട് പോയാൽ വേറൊരു മോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ബ്രദർ പറഞ്ഞത് കേട്ടോ. കണ്ടോ, നല്ല രസമായിരിക്കുന്നില്ല, അത് ഡോട്ടായിട്ട് ആകാശം പോലെ തോന്നും നമുക്ക്. ഓക്കെ, എങ്ങനെയുണ്ട്, സെറ്റല്ലേ, അടിപൊളിയല്ലേ. രാത്രിയൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ AC-യുടെ ആ ഒരു ഇതുണ്ടല്ലേ, ഇത് ഇവിടെ തന്നെ കൊടുത്തേക്കണത്. തിരിക്കാം കുറയ്ക്കാം, നമുക്ക് നമ്മുടെ സ്ലീപ്പർ ബസ്സിലൊക്കെ കൊടുക്കണ പോലത്തെ ആ ഒരു സംഭവമാണ് ഇതിൽ കൊടുത്തേക്കണത്. കണ്ടോ, നമ്മളത് ശ്രദ്ധിച്ച് ഓരോന്നെടുത്ത് കാണിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും AC വെൻറ്റ്. പിന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ചാർജും പോർട്ടൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. പിന്നെ ഇതൊക്കെ അഡീഷണൽ വർക്കാണ് കേട്ടോ. ഇത് ഈ പാനലൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ ജോഷിൽ ചെയ്യണതാണ്. നമ്മുടെ ട്രാവലർ സാധാരണ ട്രാവലർ നമ്മൾ കയറിയാലേ മനസ്സിലാവുള്ളൂ. പിന്നെ പുഷ് ബാക്ക് സീറ്റാണ് വന്നേക്കണേ. പുഷ് ബാക്ക് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ഇതാണ്, സ്വിച്ച് കണ്ടില്ലേ, ഒരു ഇതിങ്ങനെ അമർത്തിയാൽ പുഷ് ബാക്ക് ആവും. പിന്നെ ഇതാണ് അതിൻ്റെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ പറഞ്ഞില്ലേ. പിയാനോ ബ്ലാക്ക് തന്നെയാണ് എല്ലാം. പിയാനോ ബ്ലാക്കും പീച്ച് കളറുമാണ് നമ്മളിതിൽ മൊത്തം കാണുന്നത്. വണ്ടി രക്ഷയില്ല. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല രസമായിരിക്കുന്നുണ്ട് അല്ലേ ഈ വർക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതുപോലെയുള്ള വർക്ക്, അതിൻ്റെ ഉള്ളിലും ഇതുപോലെ ലൈറ്റുകൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് സെറ്റ് വർക്ക് ചെയ്താൽ ഇതൊക്കെ കറങ്ങും, ഓടിക്കളിക്കും, ചാടിക്കളിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ താഴെയായിട്ട് സ്മോക്കർ ഉണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്മോക്കർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്മോക്ക് ഇടാം അങ്ങനെ. അപ്പോൾ എന്തായാലും വണ്ടി ഒരു ഉഷാറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ട്രിപ്പൊക്കെ എടുത്ത് പോകാനായിട്ടേ നമുക്ക് പറ്റിയൊരു വണ്ടിയാണ്. നമുക്കൊരു ഓണക്കാലത്തൊക്കെ ഇനി വരാൻ പോവല്ലേ, ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഒരു കിട്ടുന്ന ഒരു വൈബ് വേറെ അല്ലേ. ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ, ഒരു യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടേ
നന്നായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല ഹെവി ലോഡ് വർക്കാണ് ചെയ്തേക്കണേ. നമുക്ക് ഈ ക്യാമറയിൽ നമുക്കിത് ഉൾക്കൊള്ളിക്കാൻ പരമാവധി ഞാൻ നോക്കുന്നുണ്ട്. ബാക്കിലൊന്നും ഇരിക്കരുത്, കുറച്ച് കൺജസ്റ്റഡ് ആണല്ലോ ട്രാവലർ, അറിയാലോ. അപ്പോൾ നമുക്കത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതാണ് ഓവറോൾ ലുക്ക് വണ്ടിയുടെ വരുന്നത്. എങ്ങനെയുണ്ട് ഇത് രാത്രി കാണണം, നല്ല ലുക്കായിരിക്കും. ഇതിപ്പോൾ പകലല്ലേ നമ്മൾ എടുക്കണേ, ഉച്ച നേരത്തെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. സീറ്റിൻ്റെ ബാക്ക് ജോഷ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറ്റിയിടാം, അത്രയ്ക്ക് തന്നെ. പിന്നെ ഹാൻഡ് റെസ്റ്റ് ഇതിങ്ങനെ കണ്ടില്ല, ഇത് പൊന്തിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കാറിൻ്റെ ഒക്കെ പോലെ ഇത് മുകളിലേക്ക് ആക്കാം, താഴത്തേക്ക് വെക്കാം, അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്ത് സൗകര്യാർത്ഥം ഇത് കയറ്റി വെക്കാനും താഴ്ത്തി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നല്ലൊരു ഐഡിയ ആണ് ശരിക്കും. ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇവർ നന്നായി വണ്ടി നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 മാസമായി വണ്ടി ഇറങ്ങിയിട്ട്, നമുക്കിത് 2 മാസം മുന്നേ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ വണ്ടിക്ക് ഓട്ടാണ്. അപ്പോൾ ഇന്ന് തന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ കട്ടൻസ് പീച്ച് കളറിലുള്ള ആ ക്രീം കളറിലുള്ള ഒരു കട്ടൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൊടുത്തേക്കണേ. അത് നന്നായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, അറ്റം വരെ അങ്ങനെ കട്ടൻസ്, ബാക്കിലത്തെ കട്ടൻസ് ഒക്കെ നല്ല രസമായിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞില്ല അല്ലേ, ഇവിടെ കണ്ട, ഇവിടെയൊക്കെ ആ ഒരു പാനൽ ബോർഡ് പോയിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിന്നി തെളിയുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, പച്ച മഞ്ഞ അല്ലേ. ബാക്കിൽ വരുമ്പോൾ പൈനിയറിൻ്റെ ഒരു എന്താ പറയുക, കിക്കറാ അങ്ങനെ സംഭവം എന്തോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് സെറ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ല. എന്തായാലും അങ്ങനെയുള്ള ഒരു വർക്കൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പൈനിയറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, അത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പിന്നെ ഇനി എന്തൊക്കെയോ ലൈറ്റും കാര്യങ്ങളൊക്കെ ബദർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടാണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും വണ്ടി ഉഷാറാണ്, ഒന്നും പറയാനില്ല. നല്ല ഗുമ്മ വണ്ടിയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു TV കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടൊരു കാപ്പിരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രിയാണ് അതൊക്കെ ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റുക, കാണുക നമ്മൾ. പിന്നെ തൊട്ട് താഴെയായിട്ട് ഇതാ 5+1 റിവേഴ്സറൊക്കെ 6 ഗിയർ അതിന് വരുന്നത്. പിന്നെ ഇത് ഇങ്ങനെയാണ് ആ ഒരു ഏരിയ വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് പോലെ, എങ്കിൽ എന്താ പറയുക, ഒരു അഡീഷണൽ ബോക്സ് ഇവർ ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന സീറ്റാണ്. ട്രാവലറിൻ്റെ സീറ്റ് അറിയാമല്ലോ, അങ്ങനെ തന്നെയാണ്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഒരു ചെറിയ ബോക്സാണ്. ഈ ബോക്സിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി വെക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, മനസ്സിലായില്ലേ, അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി കട്ട് ഓഫ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും, ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ഇത്രയും സാധനം ഹെവി വർക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ക്ലസ്റ്റർ ഇങ്ങനെയാണ്. ലോഗ് ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫോഴ്സിൻ്റെ. പിന്നെ ഫോഴ്സിൻ്റെ ആ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെയാണ് വരുന്നത്. അത് എല്ലാവർക്കും അറിയണതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോഴ്സിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്താണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കഥകൾ. നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. വണ്ടിയുടെ ഉള്ളിൽ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു പിയാനോ പോലെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഈ സ്വിച്ച് കൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അകലേന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് പിയാനോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവർ പറഞ്ഞ് ഡിസൈൻ ചെയ്യിച്ചതാണ് കേട്ടോ ഈ സംഭവം. പിന്നെ മുകളിൽ പിയാനോ ബ്ലാക്കിനെ അടിച്ചേക്കണേ ഈ കൺസോളിൻ്റെ മുകളിൽ. പിന്നെ അതിന് മുകളിൽ ഇതുപോലൊരു മാറ്റ് ഇട്ടുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട് അങ്ങനെ മാറ്റൊക്കെ ഇട്ടപ്പോൾ. പിന്നെ കാപ്പിരി എന്ന് പറഞ്ഞുള്ളൊരു ചങ്ങല ഇവിടെ തൂക്കിയിട്ടുണ്ട്, ഒരു കുരിശ്. പിന്നെ ഇതായിരിക്കും ബദർ പറഞ്ഞ ആ ഒരു ഡാഷ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ HD DVR എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ഫ്രണ്ട് ബാക്ക് എല്ലാം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ കൊടുത്തുള്ള ഈ 3 സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഇതിപ്പോൾ കാണില്ല എന്ന് മാത്രം, പക്ഷെ കത്തുന്നുണ്ട്. അത് പകലായ കാരണം കാണാത്ത. നടുക്കിലൊരു ടൈം പീസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് നമുക്കുണ്ടല്ലോ ചൂട് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം 3 കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഇവിടെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് പുറത്തുനിന്ന്, ഇപ്പോൾ ഊട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ചൂട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് ഓവറോൾ വണ്ടി കാണാനൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സെറ്റ് വർക്കിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസസ്സർ മിക്സർ എന്തൊക്കെയാണ് പറയുക, അങ്ങനെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ ലളിതമായിട്ടാണ് ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തേക്കുന്നത്. ഡ്രൈവർക്കുള്ള ആ ഒരു വെൻ്റ് ഇവിടെ കാണാൻ സാധിക്കും. സീറ്റ് ബെൽറ്റ്, സീറ്റൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ സീറ്റും ഡ്രൈവറുടെ സീറ്റും ഇവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ട്രാവലറാണ്, നടക്കുമ്പോൾ ഒന്ന് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ തലയിൽ 2 തവണ തട്ടി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം, അത്രയേ ഉള്ളൂ.
പൈനിയറിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിൽ വന്നേക്കണത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. എന്തായാലും ഞാനിതൊന്ന് മുകളിൽ ഇതുപോലെ ഒന്ന് കാട്ടിത്തരാം. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നത്. നമുക്ക് ഇത് എടുക്കാൻ പരാതി ഞാൻ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കൺജസ്റ്റഡ് ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി സെറ്റാണ്, ഉഷാറാണ്. അപ്പോൾ നല്ല ഹെവി വർക്കാണ്. 19 ലക്ഷത്തിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മാരക വർക്കാണ്. 19 ലക്ഷം ഒരു വണ്ടി വാങ്ങിയിട്ട് 19 ലക്ഷമൊക്കെ ചിലവാക്കുക എന്ന് പറഞ്ഞാലേ ഇത് മാരക വർക്ക് തന്നെയാണ്. എന്തായാലും ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. വേറെ ഒന്നുമില്ലല്ലോ. നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾ റീഷൽ എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ കാണിക്കുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ മോൻ ഇവിടെ ഉണ്ട്. ആൾക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. അവരുടെ വീടാണ്, കുറേ വണ്ടികളൊക്കെ കുറേ നല്ല വണ്ടി ഭ്രാന്തുള്ള ആൾക്കാരാണ് നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു കൊച്ചു ആളെ പരിചയപ്പെടുത്തുക. എന്താ പേര്? നിവ്. അല്ലേ? കൊച്ചു വണ്ടി ഭ്രാന്തിനെ പരിചയപ്പെടുത്താം. അതാണ്. അപ്പോൾ കാണിച്ചു തന്നെ വണ്ടികളൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നെ ഈ വണ്ടികളൊക്കെ കേട്ടോ. ഉണ്ണിമൂന്തനൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ കുറേ കളക്ഷൻസ്, അതുപോലെ ഇദ്ദേഹത്തിനുണ്ട് കുറേ കളക്ഷൻസ്. അപ്പോൾ ഒന്ന് നമ്മൾ വണ്ടി ഭ്രാന്തന്മാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണേണ്ട ഒരു ആവേശമല്ലേ, അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എത്ര വണ്ടികളെ നോക്കി. ഇവിടെ ലംബോഗിനി തൊട്ടിട്ട് ഇത് ലംബോഗിനി, പിന്നെ ഏതാ കാറ്, പിന്നെ ഏതൊക്കെയാ പേര് പറഞ്ഞ? അപ്പോൾ ലാംബോർഗിനി, പോർഷ്, മസ്താങ്, ഡോജ്, ബെൻസ്, റോൾസ് റോയ്സ്, ഡിഫൻഡർ, സൈബർ ട്രക്ക്, BMW, ലാംബോർഗിനി, ആൽഫ റൊമാറോ. ഏതാണ്? ആൽഫ റൊമാറോ. 2 കാറുണ്ട്. പിന്നെ ഇത് എനിക്കിത് വോൾസ്വാഗൻ. പിന്നെ ഇത് ലാൻഡ് ക്രൂസർ എന്തോന്ന്. അപ്പൊ എല്ലാം അങ്ങനെ എടുത്തിങ്ങനെ കാണിക്കാൻ പറ്റില്ല, മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കാട്ടിത്തരാം. അപ്പൊ ഇതാണ് ആള്, നല്ല വണ്ടി ഭ്രാന്തനാണ്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ വരാൻ പോണ യങ് ആളിതാണ്. അപ്പൊ ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാ, വേറെ കുറെ വലിയ വണ്ടികൾ വരാറുണ്ട് ഇവിടെ എന്തായാലും. അപ്പൊ എത്രയല്ല പഠിക്കണേ? 4-ല്ലേ? നന്നായി പഠിക്കില്ലേ? എവിടെയാ? സ്നേഹരി. ഓക്കെ. ഇതൊക്കെ ആരാ മേടിച്ചേരണേ? ചേട്ടനും പിന്നെ ആരാ? പിന്നെ അമ്മയും, പിന്നെ അപ്പ ഖത്തറിന് കുറച്ച് ഖത്തറിന്നാണ് അതൊക്കെ എല്ലാം വരുന്നത്. ഖത്തറിനല്ല, ഇപ്പൊ ലാൻഡ് ക്രൂസർ, പിന്നെ BMW, കാറും ഖത്തറിന്, പിന്നെ ലാംബോർഗിനി. പിന്നെ ഇങ്ങനത്തെ വണ്ടിയിൽ കസ്റ്റമൈസ് ചെയ്തത് കാർബൺ ഫൈബർ ചെയ്തതാ. ഇനിയും ചെയ്യാനുണ്ട്, അത് കിറ്റാർ ചെയ്തുതരും. ഇനി കുറച്ച് വണ്ടി അവിടെ ഉച്ചക്ക് ചെയ്യാൻ. അപ്പൊ എന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം. അപ്പൊ നന്നായി പഠിക്കേ. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ഇനി വണ്ടികളൊക്കെ വലിയ വണ്ടികൾ വാങ്ങട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കാപ്പരി ഹോൾഡേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കാം, എങ്ങനെയുണ്ട് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, കയറട്ടെ. ബസ് കയറുന്ന പോലെ ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കയറുകയുണ്ടോ. വന്നാ പറഞ്ഞത് അടിപൊളി. കയറിക്കോ. അപ്പൊ നമുക്കത് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, എങ്ങനെയുണ്ട് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അടിപൊളിയാ. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് നേടുമ്പോൾ നല്ലതല്ലേ. കാലം ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഗുണ്ട പോണേട്ടോ വണ്ടി. അടിപൊളിയാ. റോഡ് നല്ല പണിത് നല്ല സെറ്റായിട്ട് കിടക്കുന്ന റോഡാണ്. ട്രാവലറായ കാരണം പിന്നെ ഇങ്ങനെ ചീറിയിട്ട് ഇങ്ങനെ പോവും ആള്. നല്ല പവറല്ലേ. ബ്രേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചവിട്ടുമ്പോൾ, അത്രേ ഉള്ളൂ ട്രാവലറിൻ്റെ. അപ്പോൾ കുറേ ദിവസമായപ്പോൾ ഈ കാപ്പി ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കണം. എന്തായാലും അത് ഇപ്പോൾ പറ്റി. അപ്പോൾ എന്തായാലും ഓട്ടവും കാര്യങ്ങളൊക്കെ കൊടുക്കുക കാപ്പി ഹോൾഡേഴ്സിന്. ഇവര് സ്ഥലം വരുന്നത് വാളയിലാണ്. റിസപ്ഷൻ ബോക്സ് നമ്പർ കാര്യങ്ങളൊക്കെ ഇടാം. നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല ഇനി ഓണക്കാലൊക്കെ വരാൻ പോണേ. നല്ല ഗുമ്മ ഓട്ടങ്ങളൊക്കെ പോണെങ്കിൽ വിളിക്കുക അവരെ.
എന്തായാലും ഫോഴ്സിന്റെ ഈ ഒരു വണ്ടി നല്ല സെറ്റ് വണ്ടി, അത് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് തരുന്നൊരു വണ്ടി. അത് നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. 4 വീലാണ്, അപ്പൊ അതിന്റെ ഒരു ഒലച്ചില് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്ന മാത്രം. എല്ലാ ട്രാവലറിനും തന്നെ ഒരു സൗണ്ട് അത്. എന്തായാലും നമുക്ക് ആവാതെ എവിടെയായിട്ട് ഈ ടൗൺ കഴിഞ്ഞാണ് നിർത്താം. വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്ന ആൾക്കാർ കാണുമ്പോൾ. അപ്പൊ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക. നമ്മൾ ഒരുപാട് പേര് ഒന്നും ഓടിക്കുന്നില്ല, വണ്ടിയുടെ ഈസിൽ വെറുതെ കളയണ്ടല്ലോ. ജസ്റ്റ് നമ്മൾ ഒരു രീതിയുള്ള കാരണം ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. എന്തായാലും വണ്ടി നല്ല സെറ്റ് വണ്ടി. ഒരു നമ്മൾ വലിയ വണ്ടികളൊക്കെ ഓടിച്ച് ഇങ്ങനെ ചെറിയ രീതിയിലേക്ക് കിടക്കുമ്പോണ്ടല്ലോ നല്ല സുഖമാണ്, ഒന്ന് അടിപൊളിയാണ്. അപ്പൊ ഒന്നും പറയാനില്ല. അപ്പോ ബദറിന്റെ പേര് ഞാൻ വിട്ടുപോയി. എന്താ എന്താ റീഷലിനാണ് കേട്ടോ. നമുക്ക് ഫുൾ സപ്പോർട്ടുള്ള ബദറാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ആള് ശരിക്കും ഇതിൽ കാണിക്കേണ്ടതായിരുന്നു. മുടിയൊക്കെ ഉള്ള ഒരു കെട്ടേക്ക് വെച്ചിട്ടുള്ള അതാണ്. മുമ്പ് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ മുമ്പ് ഫുൾ ടൈം എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ കാരണം ആ ടൈം തൊട്ട് 2 മാസത്തോളമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ വണ്ടിക്ക് ഓട്ടമായിരിക്കും. അപ്പം എന്നാലും പറയും അത് ചെയ്യാം, നാളെ ചെയ്യാം, ഈ ആഴ്ച തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടുള്ളൊരു നല്ലൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ എന്തായാലും ആളിനെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വണ്ടിയിൽ ഓടിക്കാനും ഉണ്ടാവും. അപ്പോൾ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ റീഷലിന് താങ്ക്സ് പറയുകയാണ്. ഫുൾ സപ്പോർട്ടായിരുന്നു തുടക്കം തൊട്ടിട്ട്. അപ്പോൾ കാപ്പിരി ഹോളിഡേയ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി വണ്ടികൾ കൂടുതൽ ബസ്സും അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ എടുക്കാൻ പറ്റട്ടെ. ഒപ്പം നമുക്കും അതിൻ്റെ കൂടെ വളരാൻ പറ്റട്ടെ. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ വരാനിരിക്കും. തൽക്കാലം ബൈ, നമസ്കാരം.